ദാ ഈ ഒരു ഐറ്റം ഇനിയും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യണം. ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ലാലേട്ടൻ വൈറലാക്കിയ ലാലേട്ടന്റെ ഫേവറേറ്റ് ഡെസേർട്ട് ആണ് ഞാനിന്ന് ട്രൈ ചെയ്തേക്കുന്നത്. അപ്പൊ ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. ഈ ഒരു ടേസ്റ്റ് ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് കഴിച്ചുകൊണ്ടിരിക്കും. ആ ഒരു കോക്കനറ്റും ബനാനയും ഐസ്ക്രീമും ശർക്കരയും ആ ഏലക്കയുടെ ഫ്ലേവറും എല്ലാം കൂടെ ഒരു പക്ക അടിപൊളി അഡാറ് ഡെസേർട്ട് തന്നെ പറയാം. അപ്പൊ നമുക്കത് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഒരു പാൻ വെച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് ആവശ്യത്തിന് നെയ്യിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഓയിലും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എങ്കിലാണ് നമുക്ക് ആ ഒരു നെയ്യുടെ ക്വാണ്ടിറ്റി കുറച്ച് എടുത്തിട്ട് എന്നാൽ നെയ്യുടെ സ്മെല്ലും വേണം, എന്നാൽ നമുക്ക് ബനാന ഫ്രൈ ആയി കിട്ടേണ്ടത്. അതുകൊണ്ടാണ് കുറച്ചുകൂടെ ഓയിൽ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതാവുമ്പോൾ ബനാന നല്ലപോലെ നല്ല ടേസ്റ്റ് ആയിട്ട് നെയ്യിൽ കിടന്ന് ഫ്രൈ ആയ പോലെ തന്നെ ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അതാ ഇങ്ങനെയാണ് ബനാന ഞാൻ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒരു സ്പൂണിൽ സ്കൂപ്പ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഭാഗത്തിന് അങ്ങനെ കഷ്ണങ്ങളാക്കണമെങ്കിൽ അങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം അതിൽ എക്സസ് വന്ന ഓയിലെല്ലാം മാറ്റിയതിന് ശേഷം വീണ്ടും ഞാൻ ആ പാനിലോട്ട് ഇട്ട് കൊടുത്തേക്കുവാണ്. എന്നിട്ട് ഇനി നമുക്ക് ഒരു ഏലക്കത ഇതുപോലെ രണ്ടായിട്ട് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ശർക്കര, മുഴുവൻ ശർക്കര ആണെങ്കിൽ അത് ഉരുക്കിയിട്ട് നിങ്ങൾക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ ഇപ്പോൾ ഇങ്ങനത്തെ ശർക്കരയുടെ പൊടി ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ആവശ്യത്തിനും മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ആയി വന്നപ്പോൾ നമ്മുടെ നാളികേരം ചിരകിയതുണ്ടല്ലോ, നാളികേരം ചിരകിയത് ഇത്രയും ക്വാണ്ടിറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് നല്ല സ്മെല്ല് വന്ന് ആ നാളികേരം അതില് എന്താ നല്ല മിക്സ് ആവുന്ന പരുവം വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡി ആവും. ഈ ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മുടെ മെയിൻ ഐറ്റം വാനില ഐസ്ക്രീം. വാനില ഐസ്ക്രീം തന്നെ എടുക്കണം, എങ്കിലാണ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മുടെ ടേസ്റ്റ് ബഡ്സ് ഒക്കെ അങ്ങോട്ട് ആക്റ്റീവായിട്ട് നമ്മളൊരു അഡിക്റ്റ് ആയി പോകുന്നു ഈ ഒരു ഐറ്റത്തിന്. ഇനി നമുക്ക് എല്ലാം കൂടെ ആ ഐസ്ക്രീം ഒന്ന് മെൽറ്റ് ആവണം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് എടുത്ത് ഇങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ തന്നെ അതിലും മെൽറ്റായി പോകും. ഓക്കെ, അത്രയും അടിപൊളി സൂപ്പർ ആയിട്ടാണ്. ശരിക്കും നമ്മളത് ഐസ്ക്രീം അതിൽ മെൽട്ടായിട്ട് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യണം. അടിപൊളിയാണ്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യാം കേട്ടോ. സൂപ്പർ ആയിട്ടാണ്.